മഹാനായ ഇമാം അബൂ ഇസ്ഹാഖ് നാജി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 900-ൽ വിട പറഞ്ഞ ഒരു വലിയ മഹാപണ്ഡിതനാണ്. മഹാനവറുകൾ അവിടുത്തെ തൻസീറുൽ റാഗിബീൻ എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകമായി പറഞ്ഞതായി നമുക്ക് കാണാം. വതബറകൂ ബിവിലാദതിഹി, നബി തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ അനുഗ്രഹം തേടണം. വഫറഹൂ ബിഹാ, ആ ജന്മം കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം. ഫമാ വല്ല തറഹു വലാ തവാലൽ ഫറഹു ഇല്ലാ ബിത്വൽഅതിഹി സഈദ, സന്തോഷം തുടരെയായി വന്നു ചേർന്നതും പ്രയാസങ്ങൾ നീങ്ങിപ്പോയതും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയം കൊണ്ട് മാത്രം ആണ്. വലാ സുത്തും ഇല്ലാ ബിസിയാദതിഹി, നബി തങ്ങളുടെ നേതൃത്വം കൊണ്ടല്ലാതെ നിങ്ങളാരും നേതാക്കളായിട്ടില്ല. വസ്മഉ ഖൗല റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ വാക്ക് നിങ്ങൾ കേട്ട് ഗ്രഹിച്ചു ഉൾക്കൊള്ളണം. തബാറക വതആല ഫീമാ അൻസല അലൈഹി ഫീ കിതാബിഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത ഖുർആനിൽ ഇൻ കുന്തും തസ്മഊൻ, നിങ്ങൾ ഖുർആൻ സ്വീകരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഖുർആൻ പറഞ്ഞത് സ്വീകരിക്കണം. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, പറയൂ നബിയെ, അല്ലാഹുവിന്റെ ഔദാര്യമായ ഖുർആൻ കാരണമായി, വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്തായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണമായി, ഫബിദാലിക ഫലിയഫ്റഹു, അതുകൊണ്ട് തന്നെ അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ സംഘടിപ്പിക്കുന്ന മുഴുവൻ വിഷയങ്ങളെക്കാൾ ഖൈറാണത്. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ഈ ആയത്ത് 600ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് തെളിവായി ഇമാം അബൂ ഇസ്ഹാഖ് നാജി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് മഹാനവറുകൾ ശേഷം പറഞ്ഞു, വഖദ് തഹഖഖതും, നിങ്ങൾക്ക് ഉറപ്പാണ്, അന്നഹു ലം യഹ്സുൽ ലക്കും, നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ല, ബൽ വലാ ലി ജമീൽ ഖൽഖിൽ ഖൈറു കുല്ലുഹു, ഒരു സൃഷ്ടിക്കും ഒരു ഖൈറും കിട്ടിയിട്ടില്ല ഇല്ലാ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിമിത്തമായിട്ടല്ലാതെ, നബി തങ്ങൾ കാരണമായിട്ടല്ലാതെ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ ഖുർആൻ അംഗീകരിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങളും സന്തോഷം പ്രകടിപ്പിക്കും. ലോകം മുഴുക്കെ സന്തോഷം പ്രകടിപ്പിക്കും.